കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ഇവിടെ പഠിപ്പിക്കുന്ന ആ ഒരു നോട്ട്സ് മാത്രം മതി. എന്നാൽ അതിൽ നമ്മൾ അതുമായിട്ട് എപ്പോഴും ഒരു ടച്ച് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു കൊമേഴ്സ് എക്സാംസ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, അതുപോലെ അത് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളിവിടെ പഠിക്കുമ്പം നമ്മളൊരു കൊമേഴ്സ് സ്റ്റുഡൻറ്റ് ഏതൊക്കെ സബ്ജക്റ്റിൽ കൂടെ പോകുന്നുണ്ടോ ആ സബ്ജക്ട്സ് എല്ലാം കംപ്ലീറ്റ്ലി ഇവിടുത്തെ ആ ഒരു കോഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ മാർക്കറ്റിംഗ് ഒക്കെ ആണെങ്കിൽ വളരെ ഇൻഡെപ്തായിട്ട് തന്നെ നമ്മൾ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിങ്ങിലെ കുറേ അധികം കാര്യങ്ങൾ പഠിച്ചപ്പോൾ തന്നെ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു ഫേം സ്റ്റാർട്ട് ചെയ്തുകൂടാ, ഈ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തുകൂടാ, ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കുമെന്ന് തോന്നി. ഈ ഒരു നെറ്റിൻ്റെ പ്രിപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇവിടെ നടന്നിരുന്ന എക്സാംസ് തന്നെയാണ്. ആ എക്സാംസും അതുപോലെ തന്നെ നമ്മുടെ LMS പ്ലാറ്റ്ഫോംസ്, അതിനകത്ത് ഒത്തിരി മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതെല്ലാം ചെയ്തെന്ന് പറയുന്നില്ല, പക്ഷേ അതിൽ മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫാമിലിയുടെ സപ്പോർട്ടാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്. കാരണം ഞാൻ 6 മാസമായപ്പം കുഞ്ഞിനെ അവിടെ വീട്ടിൽ പേരൻസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ ഹസ്ബൻഡ് എപ്പോഴും ഒരു മോട്ടിവേഷൻ തന്നെയാണ്. ഡിഗ്രിക്കോ PGക്കോ പഠിക്കുന്ന രീതിയിൽ നമ്മൾ പഠിച്ചാൽ ഒരിക്കലും ഈ നെറ്റ് പോലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അതിനെടുക്കുന്ന എഫേർട്സ് വേറൊരു രീതിയിലാണ് നമുക്ക് വരുന്നത്. ഒരു 6 വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് നോളജ് അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഈ ഒരു അക്കാഡമി എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാക്ടീസ്, മെയിനായിട്ട് നമുക്ക് പ്രാക്ടീസ് ആണ് വേണ്ടത്. നമ്മുടെ PYQ എത്ര ചെയ്യുന്നു അത്രയും നമ്മൾ പോളിഷ്ഡ് ആയിട്ടിരിക്കും, നമുക്ക് അത്രയും നല്ല എഫേർട്ട് ഇടാനായിട്ട് പറ്റും. ഏത് സാഹചര്യം ആണെങ്കിലും നമ്മൾ ആ ഒരു ഡ്രീം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും അതിലേക്ക് എത്തിക്കോളും. ഹായ്, ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു ഓണ്ടർപ്രണർ ആയിട്ടുള്ള നെറ്റ് ഹോൾഡറാണ് സുരഭി സുധാകരൻ. ഇക്കഴിഞ്ഞ ജൂൺ 2025 എക്സാമിന് കൊമേഴ്സിൽ നെറ്റ് ക്രാക്ക് ചെയ്തിരിക്കുകയാണ് സുരഭി. സുരഭിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ് റൂം സ്റ്റുഡൻ്റ് ആയിരുന്നു. സുരഭിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം തടസ്സങ്ങൾ അല്ലെങ്കിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടാണ് ഈ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്തത്. കംപ്ലീറ്റ് ആയി ഞാൻ പൂർണ്ണമായിട്ടും പറയില്ല, കാരണം നമ്മൾ ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ JRFന് വേണ്ടിയിട്ട്, അല്ലേ? എങ്ങനെയായിരുന്നു ഓവറോൾ ആയിട്ടുള്ള നമ്മുടെ സുരഭിയുടെ ജേർണി എന്നുള്ളത് നമുക്ക് സുരഭിയോട് തന്നെ ചോദിക്കാം. സുരഭിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സുരഭി ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അല്ലെ? ഒരു സബ്ജക്ട് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. സബ്ജക്ട് ഗ്യാപ്പ് വന്നതിന് ശേഷം ഇവിടെ നെറ്റിന് വന്ന് ജോയിൻ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ഡിഫറൻസ് എന്തായിരുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത് ജാനുവരി 2023 അപ്പം ഏകദേശം ഒരു 2 ബാച്ച് കംപ്ലീറ്റ് ആയിട്ട് ഞാനിവിടെ പഠിച്ചിട്ടുണ്ട്. ആപ്പിൾബിയുടെ സ്റ്റുഡൻ്റ് ആണ്, ഇപ്പോഴും ആപ്പിൾബിയുടെ സ്റ്റുഡൻറ്റ് തന്നെയാണ്. അപ്പം ഇവിടെ വന്ന ആ ഒരു സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ഗ്യാപ്പ്, ഒരു 6 വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് നോളജ് അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഈ ഒരു അക്കാഡമി എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു സബ്ജക്റ്റ് നോളജ് കിട്ടാനും അതുപോലെ തന്നെ ത്രൂ ഔട്ട് ഈ ഒരു ജേർണിയിൽ എനിക്കൊരു ഇമോഷണൽ സപ്പോർട്ടായിട്ട് നിന്നത് എന്നും ഈ ആപ്പിൾബി അക്കാഡമിയിലെ ടീച്ചേഴ്സും പ്രത്യേകിച്ച് എൻ്റെ സ്വാധീനസുമാണ്. ഓക്കെ, ഞാൻ ആദ്യം തുടക്കത്തിലൊരു ഇൻട്രോ പറഞ്ഞത് നെറ്റ് ഹോൾഡർ ആയിട്ടുള്ള ഓണ്ടർപ്രണർ എന്നുള്ളതാണ്. ആക്ച്വലി പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ പഠിക്കുന്നു, നമ്മളതിൻ്റെ ആപ്ലിക്കേഷൻ എത്രത്തോളം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളൊക്കെ ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യാവുന്നതുണ്ട്. ടീച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ജോബാണ്. ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാവുന്നുണ്ട്. അതിന് പറ്റിയൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് സുരഭി, അല്ലേ? സുരഭി എന്താ ഇപ്പം ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയാം. ഇപ്പം എനിക്കൊരു ബ്രാൻഡുണ്ട്. ആ ബ്രാൻഡിൻ്റെ പേര് Nira.in എന്നാണ്. ഒരു ജ്വല്ലറി ബ്രാൻഡാണ് ബേസിക്കലി. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റം മെയ്ഡ് ഹാമ്പേഴ്സും ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായിരുന്നു ഇതിനുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മളിവിടെ പഠിക്കുമ്പം നമ്മളൊരു കൊമേഴ്സ് സ്റ്റുഡൻറ്റ് ഏതൊക്കെ സബ്ജക്റ്റിൽ കൂടെ പോകുന്നുണ്ടോ ആ സബ്ജക്ട്സ് എല്ലാം കംപ്ലീറ്റ്ലി ഇവിടുത്തെ ആ ഒരു കോഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ മാർക്കറ്റിംഗ് ഒക്കെ ആണെങ്കിൽ വളരെ ഇൻഡെപ്തായിട്ട് തന്നെ നമ്മൾ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിങ്ങിനകത്ത് ഓരോ സ്ട്രാറ്റജീസ് പഠിച്ചു തുടങ്ങിയപ്പം ഇപ്പം ഞാൻ ഈ ഒരു ജേർണി തുടങ്ങിയിട്ട് തന്നെ 1 വർഷത്തിൽ കൂടുതലായി.
അപ്പം മാർക്കറ്റിങ്ങിലെ കുറേ അധികം കാര്യങ്ങൾ പഠിച്ചപ്പോൾ തന്നെ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു ഫേം സ്റ്റാർട്ട് ചെയ്തുകൂടാ, ഈ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തുകൂടാ. ഞാനൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണ്, ഇപ്പം ഞാൻ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് മാർക്കറ്റിങ്ങിനെ പറ്റി പഠിക്കുന്നുണ്ട്. അപ്പം എനിക്കിത് ചെയ്യുവാണെങ്കിൽ അത് എനിക്കും നല്ലൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും എന്ന് തോന്നി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു ജ്വല്ലറി ബ്രാൻഡ്. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് നമ്മുടെ നെറ്റ് ജേണിയിലേക്ക് തന്നെ വരാം. സോ നെറ്റ് ജേണിയിലേക്ക് വന്നാൽ ആദ്യം നമ്മൾ വന്നപ്പോൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചത് നമ്മുടെ സബ്ജക്റ്റ് ഗ്യാപ്പിനെ റിഫിൽ ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് കോൺസെപ്റ്റുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പിന്നെ നമ്മുടെ പഠന രീതിയിൽ വളരെ വലിയൊരു വ്യത്യാസമുണ്ട് അല്ലേ. നമ്മളൊരു PG വരെ പഠിച്ചതുപോലെയല്ല നമ്മളിവിടെ നെറ്റ് എക്സാമിന് വേണ്ടി വന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ. സോ ആ ഒരു ഡിഫറൻസ് എത്രത്തോളം ഫീൽ ചെയ്തു, അല്ലെങ്കിൽ അതിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്തിരുന്നു? എനിക്ക് ബുദ്ധിമുട്ടാണ് ആദ്യത്തെ ഫേസിൽ നല്ല രീതിയിൽ തോന്നിയത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു സബ്ജക്റ്റ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആദ്യത്തെ 6 മാസം ഞാനിവിടെ ശരിക്കും ചെയ്തത് എനിക്ക് വന്നിട്ടുള്ള ആ ഒരു ഗ്യാപ്പിനെ ഒന്ന് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിപ്പോൾ പേപ്പർ 1 ആണെങ്കിൽ നമ്മൾ എൻറ്റയർലി പുതിയ കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് പഠിക്കുന്നത്. പേപ്പർ 2 വരുമ്പം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റാണ്. പക്ഷേ മിസ് പറഞ്ഞ പോലെ നമ്മൾ ഡിഗ്രിക്കോ PGക്കോ പഠിക്കുന്ന രീതിയിൽ നമ്മൾ പഠിച്ചാൽ ഒരിക്കലും ഈ നെറ്റ് പോലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അതിനെടുക്കുന്ന എഫേർട്സ് വേറൊരു രീതിയിലാണ് നമുക്ക് വരുന്നത്. നമ്മളിവിടെ കൂടുതലായിട്ടും ഒബ്ജക്റ്റീവായിട്ടാണ് കാര്യങ്ങളെ കൂടുതൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം സെക്കൻഡ് ബാച്ചിലേക്ക് വന്നപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വർക്ക് ഔട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ടച്ചിലേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയയിലേക്ക് വന്നു അല്ലേ. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന അല്ലേ ഒരു ഡിഫറൻസ് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. സുരഭി ആദ്യമൊക്കെ വന്നപ്പോൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ ഇടുമ്പോൾ ആദ്യം മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് കുറച്ചൊക്കെ വിഷമവും തോന്നിയിട്ടുണ്ട് അല്ലേ. പക്ഷേ ആദ്യം നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രാക്കോ രീതിയിലോ അല്ല നമ്മൾ ആദ്യം ഇതിനെ ഡീൽ ചെയ്യുന്നത്. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആദ്യം വരുമ്പോഴേ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ സുരഭിയും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ മാർക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് തുടങ്ങി അല്ലേ. അതായത് അത്യാവശ്യം ഒരു എക്സാം ഇട്ടാൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിനെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാനായിട്ട് പഠിച്ചു അല്ലേ. സോ അത് വളരെ വലിയൊരു ഡിഫറൻസ് ആണ്. ആൻഡ് അത് നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്തത് കൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ എക്സാമിന് നമുക്കത് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചത് അല്ലേ. ഓക്കെ, ഇനി നമ്മളെ സംബന്ധിച്ചുള്ള 2 പേപ്പറുകളാണുള്ളത്, പേപ്പർ 1ഉം പേപ്പർ 2. പേപ്പർ 2 എന്ന് പറയുന്നതിൽ ഒരു ഗുണം നമുക്ക് കുറച്ചൊക്കെ അറിയാം. നമ്മൾ ഇതിനെക്കുറിച്ച് എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ കോൺസെപ്റ്റ് ക്ലാരിറ്റി കുറവായിരിക്കാം, എങ്കിലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അത് വേറൊരു രീതിയിൽ പഠിക്കുന്നു. ഓക്കെ, പേപ്പർ 1ലേക്ക് വന്നാൽ നമുക്ക് അത്ര ഐഡിയ ഉള്ള അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ വന്ന അല്ലെങ്കിൽ ആ ഒരു ജേർണിയിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ഒന്നല്ല പേപ്പർ 1. സോ പേപ്പർ 1 എങ്ങനെയാണ് സുരഭി ഡീൽ ചെയ്തത്? പേപ്പർ 1 കംപ്ലീറ്റ്ലി അതെന്താണ്, അല്ലെങ്കിൽ പേപ്പർ 1ൽ എന്താണ് സിലബസ് എന്താണെന്നുള്ളത് ഫസ്റ്റ് ഇവിടെ വന്ന് ആ ഒരു ഓറിയൻറ്റേഷനിലെ ഡെലിൻ മാമാണ് എനിക്കത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പം അന്നാണ് ഇത്രയും സബ്ജക്ട്സ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഈ 10 എണ്ണം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്നുള്ളൊരു ഐഡിയ വന്ന് എനിക്ക് വന്നത് ആ ഒരു ദിവസമാണ്. പിന്നെ കണ്ടിന്യൂസ് ഈ ഒരു ആദ്യത്തെ ആ ഒരു ഫേസിൽ ശരിക്കും പറഞ്ഞാൽ ആ സബ്ജക്ട്സ് ആ ഒരു പേപ്പർ 1ലുള്ള സബ്ജക്ട്സിനെ കംപ്ലീറ്റ് പഠിക്കുമായിരുന്നു ചെയ്തത്. ഒരു തിയറി ഫൗണ്ടേഷൻ ഫ്രെയിം ചെയ്യുമായിരുന്നു ആദ്യത്തെ ഒരു ഫേസിൽ നടന്നത്. രണ്ടാമത് വീണ്ടും ഞാൻ അടുത്ത ക്ലാസ്സിന് ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പം വീണ്ടും അതിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് തുടങ്ങി. പ്രത്യേകിച്ച് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ബേസ് ഉണ്ട്, പിന്നെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ ഫേസ് ഉണ്ട്, ലോജിക്കൽ റീസണിങ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു സെക്കൻഡ് ഫേസിലാണ് അത് കൂടുതൽ ക്ലാരിറ്റി ആയത്. ഓക്കെ, ഇപ്പോൾ ഈ മാത്തമാറ്റിക്കൽ ഏരിയാസ് ഒക്കെ പറഞ്ഞു. പലപ്പോഴും നമുക്ക് പേപ്പർ 1ൽ നമ്മൾ നന്നായിട്ട് പഠിച്ച സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് മാത്തമാറ്റിക്കൽ ഏരിയ അല്ലെങ്കിൽ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ പോലുള്ള കാര്യങ്ങൾ. പക്ഷേ പലർക്കും പറ്റുന്ന മിസ്റ്റേക്സ് എന്താണെന്ന് വെച്ചാൽ അവർ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സോ സുരഭിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ കൃത്യമായിട്ട് വീക്ക്ലി ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻസ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ പറയാറുണ്ട്. സോ സുരഭി അത് വളരെ കൃത്യമായി ചെയ്തിരുന്നു. സോ അങ്ങനെ കൃത്യമായി ചെയ്തു തുടങ്ങിയപ്പോൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എക്സാമിന് ചോദിക്കുമ്പോൾ വളരെ നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പം അതിൻ്റെ ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ക്ലാസ്സിൽ ഒരു എക്സാം ഇട്ടപ്പോൾ അത് ചെയ്യുന്നതും പിന്നീട് നമ്മളിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ വീക്ക്ലി ഇത് സബ്മിറ്റ് ചെയ്യുന്നു, ഇതിന് ശേഷം വന്നൊരു ഡിഫറൻസും എന്താ? വീക്ക്ലി നമ്മളോട് ഒരാൾ പറയുവാണ്, ഇവിടുന്ന് ഇങ്ങനെ പറയുവാണ് വീക്ക്ലി സബ്മിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഫോഴ്സ്ഡ് ആണ്, അങ്ങനെ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പൊ ആ ഒരു റുട്ടീൻ ഏകദേശം ഒരു 1-2 മാസത്തോളം നമുക്കിവിടെ ഉണ്ടായിരുന്നു. അത് തുടങ്ങിക്കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നെ തോന്നി തുടങ്ങി എല്ലാ ദിവസവും ഒരു മണിക്കൂറിന്റെ കാര്യമേ ഉള്ളൂ. 1 മണിക്കൂർ വേണ്ട, ഒരു 45 മിനിറ്റ്സ് മാത്രം മതി.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഫോളോ ചെയ്യാൻ പറ്റും, മാത്തമാറ്റിക്കൽ റീസണിങ് പറ്റും, പിന്നെ ലോജിക്കൽ റീസണിങ്. കാരണം എന്നെ സംബന്ധിച്ച് ലോജിക്കൽ റീസണിങ് കുറച്ച് ടഫായിരുന്നു. അപ്പം അതിനും കൂടെ ഞാനൊരു സമയം കണ്ടെത്തിയിരുന്നു. അപ്പം ഇവിടെ ആ ഒരു സബ്മിഷൻ നടത്തി കഴിഞ്ഞ് പിന്നെ എപ്പോഴൊക്കെ എനിക്ക് ടൈം കിട്ടുന്നുണ്ട് അതൊരു റുട്ടീൻ ബേസിൽ തന്നെ ഞാനത് ചെയ്തു പോയിക്കൊണ്ടിരിക്കും. ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഇപ്പോഴും സമയത്തിന്റെ അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ആ ജേർണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം സുരഭിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും GRF ആണ്, നല്ലൊരിടത്ത് PhD ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഓരോ തവണയും ഇപ്പം റിസൾട്ട് വരുന്നതിന് മുമ്പ് തൊട്ട് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം നെക്സ്റ്റ് ഫേസിലേക്ക് ഏറ്റവും നന്നായിട്ട് നമുക്കത് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കണം. തുടക്കത്തിൽ സുരഭിയുടെ പല ചലഞ്ചസിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, സുരഭി ഇപ്പോൾ ഒരു 2 വയസ്സുള്ള കുഞ്ഞിൻ്റെ അമ്മയാണ്. പക്ഷെ സുരഭി നമ്മുടെ അടുത്ത് കോഴ്സിൽ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ കുഞ്ഞിന് 6 മാസം ആയിരുന്നു. 6 മാസം, ഓക്കെ. അപ്പോൾ കുഞ്ഞിന് 6 മാസം ഉള്ളപ്പോഴാണ് സുരഭി നമ്മുടെ അടുത്ത് നെറ്റ് കോച്ചിങ്ങിന് വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്ലാസ് റൂം ക്ലാസ് ആണ്, ഒരു 5 hour ഇൻറ്റൻസ് ആയിട്ട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ വന്നാൽ പിന്നെ വൈകിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ആ ഒരു ജേർണി എങ്ങനെയാണ് ഡീൽ ചെയ്തത്? അത് ആദ്യത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് തന്നെയായിരുന്നു. കാരണം 6 മാസമുള്ളൊരു കുഞ്ഞാണ്. അപ്പം അതിനെ വീട്ടിലിരുത്തിയിട്ട് നമ്മൾ വന്ന് പഠിത്തത്തിലേക്ക് എനിക്ക് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സബ്ജക്ട് നോളജ് വളരെ കുറവായിരുന്നു. അപ്പം അതത്രയും ഗ്യാപ്പ് വന്നതുകൊണ്ടാണ് അത്രയും കുറഞ്ഞു പോയത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒത്തിരി എഫേർട്ട് എടുക്കേണ്ടി വന്നു. അപ്പം കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് ഇവിടെ വന്ന് 10 to 4 നമ്മൾ ക്ലാസ്സിലിരുന്ന് കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് വർക്ക്സ് ഉണ്ടല്ലോ, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അത് കൃത്യമായിട്ട് ചെയ്യാൻ കുറച്ച് അധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏതായാലും നമ്മൾ ആ സ്ട്രഗിൾ ചെയ്തതിൻ്റെയൊക്കെ ഒരു ഫൈനൽ റിസൾട്ടാണ് നമുക്ക് ഈ എക്സാമിന് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ എടുത്തു പറഞ്ഞ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പല കാറ്റഗറിയിലുള്ളവരുണ്ട്. ഇപ്പം നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ, ചിലപ്പോൾ നിങ്ങൾ PG പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെറ്റ് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും, ചിലപ്പോൾ നിങ്ങളൊരു ജോലിയുടെ കൂടെ നെറ്റ് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും, ചിലപ്പോൾ ഇതുപോലെ ഈ പറഞ്ഞ പോലെ അമ്മമാർ അല്ലേ, അവരും പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ ചിലരൊക്കെ ചിലപ്പോഴെങ്കിലും ചിന്തിക്കാം, ഇനിയിപ്പോൾ ഇതൊക്കെ നടക്കുമോ, ഇനി ഇതൊക്കെ എനിക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ. പക്ഷെ അത് പറ്റും എന്നുള്ളതിന് ഒരു 100% ഷുവറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു എക്സാമ്പിളാണ് സുരഭി. നമുക്ക് ഒത്തിരി തരത്തിലുള്ള എന്താ പറയുക ചുറ്റും പല പല കാര്യങ്ങൾ കാണും. പക്ഷെ അതിനെ നമുക്ക് എങ്ങനെയൊക്കെ ഫേവറബിൾ ആക്കി ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ അൾട്ടിമേറ്റ്ലി റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും എന്നുള്ളതാണ് അല്ലേ? അതല്ലേ അവരോട് പറയാനുള്ളത്. നമ്മൾ അമ്മമാരാകുമ്പോൾ നമ്മൾ പറയും നമുക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഞാൻ പറയുവാണെങ്കിൽ നമുക്ക് രാത്രി സമയം ഉള്ളിടത്തോളം നമുക്ക് എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്. ഞാനിപ്പം പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും കുഞ്ഞ് എപ്പോഴാണ് ഉറങ്ങുന്നത് അവൻ്റെ ഒരു ബേസിലാണ് എൻ്റെ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഒരു ബ്രാൻഡിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പം കുഞ്ഞിനെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങളെല്ലാം തന്നെ പോകുന്നത്. അപ്പം നമുക്ക് രാത്രിയുണ്ട്, ഇഷ്ടം പോലെ സമയം നമുക്ക് രാത്രിയിലുണ്ട്. അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പാടാണ്. എനിക്കറിയാം, ഇത്രയും ടൈം ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം. അപ്പൊ ആ ഒരു കഷ്ടപ്പാടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ എന്താണെങ്കിലും അതിന്റെ ഒരു റിസൾട്ട് കിട്ടും തന്നെയാണ്. അപ്പൊ അതാണ്, നമുക്ക് പല സാഹചര്യങ്ങളാണ്, പക്ഷെ നമുക്കൊരു പൂർണ്ണമായ ലക്ഷ്യമുണ്ട്, അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. അതിനൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ സുരഭി എടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ അതാ ശ്രദ്ധിച്ച്, രാത്രി നമുക്കുണ്ട്. നമ്മൾ ചിലപ്പോൾ പലപ്പോഴും പറയുന്നത് ഇത്രയും സമയം ഉള്ളൂ എന്നുള്ളതായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ മതി. സോ നിങ്ങളെല്ലാവരും മുമ്പോട്ട് വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ടുന്ന കാര്യം ഇതാ, നമുക്കുള്ള സമയം അല്ലെങ്കിൽ നമ്മളായിട്ടൊരു സമയം കണ്ടെത്തി നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ റിസൾട്ട് ഉറപ്പായിട്ടും നമ്മളിലേക്ക് വരും. ഓക്കെ, അത് സുരഭിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു പഠനത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ടെസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫസ്റ്റ് ടെസ്റ്റ് പേപ്പറിൽ നമുക്ക് മാർക്കുകൾ കുറവ് അങ്ങനെയൊക്കെ നമ്മൾ വരുന്നു, വീണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, ദെൻ നമ്മൾ മുമ്പോട്ട് പോകുന്ന എക്സാമിലേക്ക് ബെറ്റർ ആയിട്ട് സ്കോർ ചെയ്യുന്നു. സോ ഈ പറയുന്ന എക്സാമുകൾ ഒക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഈ ഒരു നെറ്റിൻ്റെ പ്രിപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇവിടെ നടന്നിരുന്ന എക്സാംസ് തന്നെയാണ്. ആ എക്സാംസും അതുപോലെ തന്നെ നമ്മുടെ LMS പ്ലാറ്റ്ഫോംസ്, അതിനകത്ത് ഒത്തിരി മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതെല്ലാം ചെയ്തെന്ന് പറയുന്നില്ല, പക്ഷേ അതിൽ മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ലാസ്റ്റ് ജൂൺ എക്സാമിലാണെങ്കിലും ഞാനിവിടെ വീണ്ടും റീജോയിൻ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ അവസാനത്തെ ഒരു മാസത്തേക്കിന് നമുക്ക് APPLB ഒരു സ്കോളർഷിപ്പ് തന്നിരുന്നു. അപ്പം അതിൽ ജോയിൻ ചെയ്തിട്ട് ബാക്കിയുള്ള മോക്ക് ടെസ്റ്റുകളെല്ലാം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പം എക്സാംസ് അറ്റൻഡ് ചെയ്യുക, നമുക്ക് എത്രത്തോളം PYQs ചെയ്യാൻ പറ്റുന്നോ അതാണ് നമ്മുടെ ആ ഒരു റിസൾട്ടിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു കാര്യം. അതല്ലാതെ നമ്മളൊരു തിയറി ബേസ് ആയിട്ട് കുറേ കാര്യങ്ങൾ നോക്കിയിട്ട്
അതിനകത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുവാണെങ്കിൽ അതിൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്യുന്നു അത്രയും നമ്മൾ കൂടുതൽ പോളിഷ്ഡ് ആയിട്ട് വരും. ഇപ്പോൾ നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ പഠിക്കുന്ന കാര്യം പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ കുറേ കാര്യങ്ങൾ ഇരുന്ന് പഠിച്ചു, അത് നമുക്കൊരു PG ലെവൽ വരെ അത് ഓക്കെയാണ്. പക്ഷെ നമ്മളിങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, പ്രത്യേകിച്ച് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസിനെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ശരിക്കും ഒരു ടോപ്പിക്ക് പഠിക്കുന്ന ശരിക്കും ഈ ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരാം എന്നുള്ളൊരു അനാലിസിസിലാണ് അല്ലേ. നമുക്കിപ്പോൾ ഒരു ടോപ്പിക്ക് എടുത്തു വെച്ചാൽ തന്നെ അറിയാം ഈ ടോപ്പിക്കിൽ നിന്ന് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരും. ഇപ്പം നമ്മളെ സംബന്ധിച്ചുള്ള സ്ഥിരമായി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ്. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം ക്യാപിറ്റൽ ബഡ്ജറ്റിൽ നിന്ന് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണെന്ന്. അപ്പം നമ്മൾ അതിനെ ഫോക്കസ് ചെയ്താൽ പഠിക്കുന്നത്. അങ്ങനെ പഠിക്കുമ്പോഴല്ലേ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ പഠനം വളരെ കഷ്ടപ്പാടാണെന്ന് ചോദിച്ചാൽ നമ്മൾ വളരെ ക്രിസ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അറ്റ് ദ സെയിം ടൈം അതിന് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയല്ലേ തോന്നിയത്? അതെ, ശരിക്കും ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതായത് ഒരു ടോപ്പിക്ക് കണ്ടാൽ അതിൽ നിന്ന് ആദ്യം നമ്മൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യണം എന്ന് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാണ്. അതിനു മുമ്പ് നമ്മളൊരു PYQ എടുക്കുന്നു, നമ്മളത് ചെയ്യുന്നു, ഒരു ആൻസർ കിട്ടി, നെക്സ്റ്റിലേക്ക് ഉടനെ പോകുന്നു. പക്ഷേ ഇപ്പം നമ്മൾ അങ്ങനല്ല. നമുക്കൊരു ടോപ്പിക്ക് വായിക്കുമ്പം നമ്മൾ ആദ്യം ചിന്തിക്കാം ഇതിൽ നിന്ന് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം എന്നുള്ളതാണ്. നമ്മൾ തന്നെ കുറച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ കിട്ടും ഈ ടോപ്പിക്ക് ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന്. അത് നമുക്ക് കിട്ടുന്നത് നമ്മൾ കണ്ടിന്യൂസ്ലി ഈ ക്വസ്റ്റ്യനുമായിട്ട് ഡീൽ ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് അല്ലേ. ഇപ്പം ആദ്യത്തെ ടൈമൊക്കെ എക്സാം എഴുതുന്നതും ലാസ്റ്റ് ടൈമിലേക്ക് വന്ന് എക്സാം എഴുതുമ്പോഴും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുമ്പോൾ നമുക്കിത് ഫീൽ ചെയ്യാറില്ലേ. ഇങ്ങനെ നമ്മളോട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു അനാലിസിസ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പം പഠിക്കുക എന്നതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത്. രണ്ടിനും ഒരേപോലെ നിങ്ങൾ ഇൻപുട്ട് ഇട്ടെങ്കിലേ നിങ്ങൾക്ക് ആ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ നമ്മളെപ്പോഴും പറയാറുണ്ട് നിങ്ങളെ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പോൾ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും അത് നെറ്റ് എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതിക്ക് ഒരു ഗൈഡൻസ് തരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇക്കഴിഞ്ഞ സെറ്റ് എക്സാം സുരഭി എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ പേപ്പർ 2 ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ സബ്ജക്ട് കൊമേഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ആ ഒരു സബ്ജക്ട് തന്നെയാണ് പേപ്പർ 2-നകത്ത് വരുന്നത്. അപ്പൊ അതില് ഇവിടെ നമ്മൾ എന്തൊക്കെയാണോ പഠിക്കുന്നത്, ഇപ്പം ഒരു നട്ഷലായിട്ട് പറയുവാണെങ്കിൽ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ഇവിടെ പഠിപ്പിക്കുന്ന ആ ഒരു നോട്ട്സ് മാത്രം മതി. എന്നാൽ അതിൽ നമ്മൾ ആ ഒരു അതുമായിട്ട് എപ്പോഴും ഒരു ടച്ച് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു കൊമേഴ്സ് എക്സാംസ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, അതുപോലെ അത് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഡിഫിക്കൽറ്റി ലെവൽ മാറി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പാറ്റേണിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. ബട്ട് നമുക്ക് ഈ കോൺസെപ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ജേർണിയിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി ഇവിടെ നിന്നൊക്കെ കിട്ടിയ സപ്പോർട്ട് എത്രത്തോളമായിരുന്നു? ഫാമിലിയുടെ സപ്പോർട്ടാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്. കാരണം ഞാൻ 6 മാസമായപ്പം കുഞ്ഞിനെ അവിടെ വീട്ടിൽ പേരൻസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അതുതൊട്ട് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് തന്നിട്ടുള്ളത് എൻ്റെ ഇൻലോസ് തന്നെയാണ്. അപ്പോൾ അവർ കുഞ്ഞിനെ അത്രയും ടേക്ക് കെയർ ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് സമയം കിട്ടി പഠിക്കാനായിട്ടും ഇത് ക്രാക്ക് ചെയ്യാനും പറ്റിയത്. പിന്നെ ഹസ്ബൻഡ് എപ്പോഴും ഒരു മോട്ടിവേഷൻ തന്നെയാണ്. ഇപ്പം എന്ത് കാര്യം ചെയ്താലും ഇപ്പം ബ്രാൻഡ് ആണെങ്കിലും നീ അത് സ്റ്റാർട്ട് ചെയ്തോ എന്ന് പറഞ്ഞ് കൂടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പം അത് നമുക്ക് ഒരു ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്കും ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ സിബ്ലിങ്സ് എല്ലാവരും കസിൻസിൻ്റെ എല്ലാം നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട്സ്, ഇപ്പം നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുന്ന കാര്യങ്ങളും നമ്മുടെ വിഷമങ്ങളും ഒക്കെ പറയുമ്പം ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് തന്നെയാണ്. പിന്നെ അങ്ങനെ എല്ലാവരുടെയും വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് സുരഭിക്ക് കിട്ടി. അതും നമ്മുടെ വിജയത്തിനൊരു കാരണം തന്നെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മൊത്തത്തോടെയുള്ള ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമ്മൾ പല സാഹചര്യത്തിൽ നിന്ന് വന്നു, നമ്മൾ ഏറ്റവും നന്നായിട്ട് അതിന് എഫേർട്ട് ഇട്ട് ചെയ്തു എന്ന് നമുക്ക് ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുന്നു. ഇനി നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഇനി എന്താണെങ്കിലും എല്ലാ നെറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെയും ഒരു മെയിൻ ഗോൾ എന്ന് പറയുന്നത് JRF തന്നെയാണ്. JRF കിട്ടി ഒരു PhD ചെയ്യണം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഓക്കെ, നമ്മളതിന് വീണ്ടും പ്രിപ്പയർ ചെയ്യാണ്. സോ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും സുരഭി JRF ഒക്കെ ക്രാക്ക് ചെയ്തത്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ പോട്ടെ, നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു പ്രിപ്പറേഷൻ ചെയ്യാൻ ഉറപ്പായിട്ടും നമ്മൾ ആ റിസൾട്ടിലേക്ക് എത്തും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇനി നെറ്റ് പ്രിപ്പയർ ചെയ്യാൻ നിൽക്കുന്ന പല കാറ്റഗറിയിലുള്ള പല തരത്തിൽ പല സാഹചര്യത്തിലുള്ള കുട്ടികളെ വീഡിയോ കാണുന്നുണ്ട്. അവരോട് എന്താ ഒരു ഓവറോൾ കാര്യങ്ങൾ അവരോട് പറയാനുള്ളത് പ്രിപ്പറേഷനൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത്? നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കണം.
നമ്മൾ എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇടയ്ക്ക് വെച്ചൊക്കെ സ്റ്റോപ്പായി പോകുന്ന ആ ഡിറ്റർമിനേഷനിലോട്ട് എത്താനുള്ള അല്ലെങ്കിൽ അത് ഡിറ്റർമിൻ ചെയ്ത് വെക്കാനുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഒരു കാര്യം തീരുമാനിച്ച് വെക്കുക, എന്തൊക്കെ സ്ട്രഗിൾസ് വന്നാലും അതിൻ്റെ പുറകെ നമ്മൾ പോകണം. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞു JRF ആണ് എയിമെന്ന്, പക്ഷെ എനിക്കറിയത്തില്ല അത് എന്ന് കിട്ടുമെന്ന്. പക്ഷെ എന്നാലും എൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഞാൻ ഇനിയും JRFന് വേണ്ടി കഷ്ടപ്പെടുക എന്ന് പറയുന്നത് തന്നെയാണ്. നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാക്ടീസ്, മെയിനായിട്ട് നമുക്ക് പ്രാക്ടീസ് ആണ് വേണ്ടത്. നമ്മുടെ PYQ എത്ര ചെയ്യുന്നു അത്രയും നമ്മൾ പോളിഷ്ഡ് ആയിട്ടിരിക്കും, നമുക്ക് അത്രയും നല്ല എഫേർട്ട് ഇടാനായിട്ട് പറ്റും. പിന്നെ പല സാഹചര്യങ്ങൾ കാണും, പക്ഷെ ഏത് സാഹചര്യം ആണെങ്കിലും നമ്മൾ ആ ഒരു ഡ്രീം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും അതിലേക്ക് എത്തിക്കോളും. നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുക, ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമുക്ക് ഈ സുരഭിയുടെ സ്റ്റോറിയിൽ നിന്ന് മെയിൻലി പറയാനുള്ളൊരു കാര്യം. നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണ്, നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കൂ, ഉറപ്പായിട്ടും നമ്മളിലേക്ക് ആ റിസൾട്ട് വന്നെത്തും എന്നുള്ളതാണ്. സോ സുരഭിയുടെ ജേർണി വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. JRF ആണ് അടുത്ത നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഏറ്റവും നല്ല രീതിയിൽ സുരഭി പ്രിപ്പയർ ചെയ്ത് തന്നെ പോകുന്നതാണ്. നമ്മൾ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഡൗട്ട്സും കാര്യങ്ങളും കൺസേൺസും ഒക്കെ സുരഭി ചോദിക്കാറുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പഠനം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡൗട്ട്സ് ഇല്ല. സോ നമ്മൾ പഠനം കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് നമുക്ക് തന്നെയാണെങ്കിൽ നമ്മൾ ഈ ടോപ്പിക്ക് പണ്ട് ഡിസ്കസ് ചെയ്യും, ഇപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഡൗട്ട്സിൽ നമുക്ക് വരുന്നൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ അതിൽ വരുന്നൊരു ഡിഫറൻസ് ഉണ്ട്. സോ അത് നമ്മൾ നന്നായിട്ട് ആ ഒരു ടോപ്പിക്കിൽ ഇറങ്ങി ചെല്ലുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ വളരെ നന്നായിട്ട് മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. സോ അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളെല്ലാവരും ഏറ്റവും നന്നായിട്ട് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. സോ സുരഭിക്ക് എൻ്റെ വെരി ഓൾ ദി ബെസ്റ്റ്. നമ്മൾ അടുത്ത എക്സാമിന് നമ്മൾ JRF ക്രാക്ക് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ സുരഭിയുടെ ബ്രാൻഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു, Nira.in അല്ലേ? സോ അതും വളരെ നല്ലൊരു സക്സസ്ഫുൾ ആയി തന്നെ പോട്ടെ. ഓക്കെ, വെരി ഓൾ ദി ബെസ്റ്റ്.